വനിതാ സംവരണത്തിന്റെ മറപിടിച്ചുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിലും മണ്ഡല പുനർനിർണയ ബില്ലുകളിലും ലോക്സഭയിൽ അല്പസമയത്തിനുള്ളിൽ വോട്ടെടുപ്പ് നടക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടിക്ക് ശേഷമാണ് വോട്ടെടുപ്പ്. ബില്ല് പാസാക്കാൻ ആവശ്യമുള്ള 2/3 ഭൂരിപക്ഷം നേടിയെടുക്കാൻ കേന്ദ്രത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ബില്ല് പരാജയപ്പെട്ടാലും വനിതാ സംവരണത്തിനായി മോദി സർക്കാർ കഠിന പരിശ്രമം എന്ന പ്രതീതി സൃഷ്ടിക്കാനും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പ്രധാന ആയുധമാക്കാനുമാണ് BJPയുടെ നീക്കം. ധനസുമോദ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ധനസുമോദ്, ബില്ലിൽ 4 മണിക്ക് വോട്ടെടുപ്പ് നടക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പക്ഷേ സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞു. ഇനിയും അമിത്ഷായുടെ സംസാരത്തിന് ശേഷം ഒരുപക്ഷെ വോട്ടെടുപ്പ് നീളാനാണ് സാധ്യത. പരമാവധി കേന്ദ്രം എല്ലാ സമയത്തും പ്രതിപക്ഷത്തെ കൂടെ നിർത്താനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു എന്നോ വേണം മനസ്സിലാക്കാൻ. അതോ ഇപ്പോൾ ഒടുവിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ, നിർണായകമായ യോഗത്തിൽ ഇതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട എന്നുള്ള തീരുമാനത്തിൽ കേന്ദ്രം എത്തിയത് ഏത് സാഹചര്യത്തിലാണ്? മറ്റു വിവരങ്ങൾ. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 6 മണിക്ക് സംസാരിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഈ നിമിഷം വരെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അദ്ദേഹം നേരത്തെ ഒരു നിർണായകമായിട്ടുള്ള യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, അത് കൃഷിമന്ത്രി ഉൾപ്പെടെയുള്ളവരായിരുന്നു യോഗത്തിൽ പങ്കെടുത്തിരുന്നത്. ആ പങ്കെടുത്തതിന് ശേഷം പ്രധാനമന്ത്രിയുമായി അവർ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. കാര്യം ഇതുവരെ ഈ 2/3 ഭൂരിപക്ഷം എന്നുള്ള ഈ ബില്ല് പാസ്സാക്കാനുള്ള ഒരു മതിയായ വോട്ട് അവർക്ക് സമാഹരിക്കാൻ കഴിയില്ല എന്നൊരു തോന്നലാണുള്ളത്. കാരണം NDA സഖ്യത്തിന് പുറമെ YSR കോൺഗ്രസ് മാത്രമാണ് ഒരു പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം ആ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്തുപോയ പല പാർട്ടികളും, ഉദാഹരണത്തിന് ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ, അവർക്ക് 3 അംഗങ്ങളാണ് ഉള്ളെങ്കിൽ പോലും അവർ പറയുന്നത് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു BJPയുടെ കുതന്ത്രം അനുവദിക്കില്ല എന്ന് തന്നെയാണ്. കാര്യം ഇവരുടെ ലക്ഷ്യം വനിതാ സംവരണം നടപ്പാക്കുകയല്ല, മറിച്ച് അതിനെ ഒരു മറയാക്കിക്കൊണ്ട് സീറ്റുകളുടെ എണ്ണം 850 ഉയർത്തുക എന്നുള്ളതാണ്. അത് സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറയുന്നത് ഇത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് ഈ വടക്കേ ഇന്ത്യയിൽ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികളുമായിട്ടായിരുന്നു പിന്നീട് കിരൺ റിജിജു ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ ആശയവിനിമയം നടത്തിയത്. പക്ഷേ അവർ പോലും ഇത്തരത്തിലുള്ള BJPയുടെ ഭേദഗതിയുമായി സഹകരിക്കാനാവില്ല എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അവരുടെ പാർട്ടി അംഗങ്ങൾ സംസാരിച്ചപ്പോഴും അക്കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. ഇനി പ്രധാനമായും അവർക്ക് മുന്നിലുണ്ടാകുന്ന ഒരു വഴി ഒന്നുകിൽ ഇത് സെലക്ട് കമ്മിറ്റിക്ക് വിടുക, അല്ലെങ്കിൽ JPCക്ക് വിടുക തുടങ്ങിയ മാർഗങ്ങളായിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഒരു തീരുമാനം ഇവർ എടുത്തതായി നാം അറിയുന്നത് വോട്ടെടുപ്പുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. കാര്യം 2 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ബംഗാൾ, ഒന്ന് തമിഴ്നാട്. ബംഗാളിലാണെങ്കിൽ വനിതാ മുഖ്യമന്ത്രിയാണ് അവിടെയുള്ളത്. ബംഗാളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വനിതാ MP-മാരുള്ളത്. പക്ഷേ അങ്ങനെയുള്ള MP-മാർ ഉണ്ടായിട്ട് പോലും അവർ വോട്ട് ചെയ്തത്, എതിർത്ത് ചെയ്തത് വനിതാ സംവരണ ബില്ലിന് എതിരായിട്ടാണ് എന്നുള്ളൊരു കാര്യം പ്രചരണ ആയുധമാക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനങ്ങളുമായി അവർ മുന്നോട്ട് പോകുന്നത്. അമിത്ഷാ സംസാരിക്കുമ്പോൾ മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ നമുക്കൊരു അന്തിമമായ ഒരു തീരുമാനം അറിയാൻ കഴിയുന്നത്. ഏതായാലും വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടാൽ പിന്നീട് ഈ രാജ്യസഭയിലേക്ക് ഈ ബില്ല് പോവില്ല. ഈ സഭ ഇന്നത്തോടുകൂടി അവസാനിക്കേണ്ട ഒരു അവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തിച്ചേരുക. അതായത് ഈ വിഷയത്തിൽ 2/3 ഭൂരിപക്ഷം വേണം എന്നുള്ളത് ഉറപ്പാണ്. അത് കേന്ദ്രത്തിന് ബോധ്യമുള്ളതുമാണ്. തുടക്കം മുതൽ അത്തരത്തിലൊരു ഭൂരിപക്ഷം ലഭിക്കില്ല. പ്രതിപക്ഷം ഉറച്ച നിലപാടിൽ നിൽക്കുമ്പോൾ അതിൽ ഭൂരിപക്ഷം ഉണ്ടാകില്ല, അല്ലെങ്കിൽ അവർക്ക് വോട്ട് ലഭിക്കില്ല എന്നുള്ള കാര്യവും വ്യക്തമാണ്. പക്ഷേ ഇതുമായി മുന്നോട്ട് പോയ കേന്ദ്രത്തിന്റെ നീക്കത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രധാനമായി ഒടുവിൽ പറഞ്ഞതുപോലെ 2 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഇത് ജനങ്ങളിലേക്ക് പ്രതിപക്ഷം എതിർത്തതുകൊണ്ടാണ് ഈ ഒരു ബില്ല് പാസ്സാക്കാത്തത് എന്ന് പ്രതിപക്ഷത്തിനുമേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു നീക്കം, ഒരു രക്തസാക്ഷി പരിവേഷം കേന്ദ്രത്തിന് ഈ വിഷയത്തിൽ വേണം എന്നുള്ള ഒരു നീക്കമാണോ അതിന്റെ പിന്നിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്? ഈ സാധാരണ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ രാജ്യസഭയിലും ലോക്സഭയിലും പാസ്സാക്കി എടുക്കാറുണ്ട്. പക്ഷെ അപ്പോൾ പോലും ഈ 2/3 ഭൂരിപക്ഷം ഉള്ള ബില്ലുകളും ഈ സർക്കാർ പാസ്സാക്കി എടുത്തിട്ടുണ്ട്. അത് 2/3 ഭൂരിപക്ഷം ഉണ്ടായത് കൊണ്ടല്ല, മറിച്ച് ചില പാർട്ടികൾ ആ സമയത്ത് അവരെ പിന്തുണക്കാറുണ്ട്. അതായത് ആ ബില്ലിനോടുള്ള ഒരു താല്പര്യം മാത്രം കാണിച്ചുകൊണ്ട് YSR കോൺഗ്രസ് പിന്തുണക്കാറുണ്ട്, BJD പിന്തുണക്കാറുണ്ട്, അങ്ങനെ തെലുങ്ക് ദേശം പാർട്ടി പിന്തുണക്കാറുണ്ട്. അങ്ങനെ പല പാർട്ടികളും അവരുടെ ഒരു പിന്തുണ സർക്കാരിന് നൽകാറുണ്ട്. ഇതല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്നത് ഈ പാർട്ടികൾ ഈ മോദിയെ എതിർക്കുന്നു എന്ന വ്യാജേന അവർ ബഹിഷ്കരിക്കുക എന്നുള്ളതാണ്.
ബഹിഷ്കരിച്ചാൽ സ്വാഭാവികമായും നിലവിൽ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നവരുടെ മുതൽ 2 ഭൂരിപക്ഷമാണ് എടുക്കുക. ആ ഭൂരിപക്ഷം എടുത്തു കഴിയുമ്പോൾ അത് സാധാരണ പാസ്സാക്കി എടുക്കാറുള്ളതാണ്. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കും. പരമാവധി രാഹുൽ ഗാന്ധിയെ പ്രകോപിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു BJP അംഗങ്ങൾ നടത്തിയത്. അദ്ദേഹം പ്രസംഗം പലപ്പോഴും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. 2 തവണ അദ്ദേഹം സീറ്റിൽ ഇരിക്കുകയും ചെയ്തു. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രസംഗവുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഇതിൽ ഒരു വടക്കേ ഇന്ത്യക്ക് സ്വാഭാവികമായി നേട്ടമുണ്ടാകും എന്ന് പറയുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധി പറയുന്ന ഒരു വാചകമുണ്ട്. ചെറിയ ചില സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഒരു MP ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ സംസ്ഥാനങ്ങളിൽ 2 MPമാർ മാത്രമുണ്ട്. അതുകൊണ്ട് ഈ വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഉദാഹരണത്തിന് UP യിലാണെങ്കിൽ ഇപ്പോൾ 80 സീറ്റുകളാണുള്ളത്. അത് 1971 സെൻസസിൽ 8 കോടി ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് 80 സീറ്റ് ഉണ്ടായിരുന്നത്. കേരളത്തിലാണെങ്കിൽ